ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പരി എന്ന ഹൊറർ മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ അർണവ് പ്യാലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാണ്. പ്യാലി ഒരു നേഴ്സും അർണവ് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വ്യക്തിയുമായിരുന്നു. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരം അർണവ് തന്റെ ഫാമിലിയോട് പറയുന്നുണ്ട് പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന്. അങ്ങനെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ വണ്ടി ഒരു വൃദ്ധയെ ഇടിക്കുന്നുണ്ട്. പേടിച്ചുപോയ അവർ പുറത്തേക്കിറങ്ങി നോക്കിയപ്പോഴേക്കും ആ വൃദ്ധ മരിച്ചിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവരുടെ അശ്രദ്ധ മൂലമാണ് ആ വൃദ്ധ മരിച്ചത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ ഫാമിലി പറയുന്നുണ്ട് ആ വൃദ്ധ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് ചാടിയതാണെന്ന്. അങ്ങനെ പോലീസുകാര് ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നുണ്ട് ആ വൃദ്ധയെ പറ്റി. അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ആ സ്ത്രീ ഒരു കാടിനുള്ള താമസിക്കുന്നത്. ഈ നാട്ടിലെ സകല പട്ടികളെ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന കാണാം. അങ്ങനെ അർണവും പോലീസുകാരും അവരുടെ വീട് കണ്ടുപിടിക്കുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവരുടെ മകൾ രുക്സാന അവിടെ പേടിച്ചു വരച്ചിരിക്കുന്നത് അവർ കാണുന്നത്. അവളുടെ അവസ്ഥ കണ്ടതും അർണവ് ഞെട്ടിപ്പോയി. അത്രയധികം പേടിച്ചു വരച്ചൊരു മൂലക്കിരിക്കുകയായിരുന്നു അവൾ. നിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി എന്നും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവരവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. രുക്സാനയ്ക്ക് പുറംലോകമായിട്ട് അധികം ബന്ധമൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരോ അവിടുത്തെ രീതികളോ ഒന്നും തന്നെ അവൾക്കറിയില്ല. അമ്മയുടെ മൃതദേഹം കണ്ടിട്ട് പോലും അവൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവളെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവിടാമെന്ന് അർണവ് തന്നെ പറയുന്നുണ്ട്. അവളുടെ അമ്മയുടെ ഡെഡ് ബോഡി ആകട്ടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുപോയി. അവിടുത്തെ അറ്റൻഡർ അവരുടെ ശരീരത്തിൽ ഒരു മാർക്ക് കണ്ടതും പേടിച്ചരണ്ട് അവിടെ നിന്ന് ഓടുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കാസിം അലി എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുള്ള അയാളോട് പറയുന്നുണ്ട് ഇവിടെ വന്നൊരു ഡെഡ് ബോഡിയിൽ ഞാൻ ആ മാർക്ക് കണ്ടു, ഓലാ ചക്രത്തിന്റെ മാർക്ക്. അയാൾ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കണ്ണാടിയുടെ മുൻപിലേക്ക് വന്നിട്ട് തന്റെ മുഖം നോക്കുമ്പോൾ അയാൾക്കൊരു കണ്ണില്ലായിരുന്നു. അയാൾ പണ്ട് നടന്ന കുറച്ച് സംഭവങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. പണ്ട് ഇയാൾ കുറെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന ശേഷം ഗർഭിണികളായ അവരുടെ പ്രസവം എടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ് ചെയ്തിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലൊരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാകട്ടെ ചന്ദനത്തിരി ഇയാളുടെ കണ്ണിലേക്ക് കുത്തിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇയാളുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത്. ശരിക്കും അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആ സ്ത്രീയായിരുന്നു ഈ മരിച്ചുപോയ വൃദ്ധ. അവരുടെ മകളാണ് രുക്സാന. അർണവിന്റെ കൂടെ അമ്മയുടെ ബോഡി കൈപ്പറ്റാൻ പോകാൻ നേരത്ത് റുക്സാനയെ ആ അറ്റൻഡർ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ രീതികളും അയാൾ ശ്രദ്ധിച്ചു തന്നെ നിൽക്കുകയാണ്. അവിടെ ഒരാൾ ചന്ദനത്തിരി കത്തിക്കാൻ നേരത്ത് അവൾക്കതിന്റെ സ്മെല്ല് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാതെ വയലന്റ് ആകാൻ തുടങ്ങി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അർണവ് അവളെ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടാക്കുകയാണ്. അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും പോയി. പിറ്റേന്ന് അവനെ പ്യാലി വന്ന് കാണുന്നുണ്ട്. കല്യാണത്തിന് തനിക്കും സമ്മതമാണെന്ന് അവൾ അറിയിക്കുന്നു. പക്ഷേ അവൾക്ക് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ പയ്യനുമായിട്ട് അവൾ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം തകരുകയും ചെയ്തു. അതിൽ തനിക്കൊരു പ്രശ്നമില്ലാന്ന് അർണവ് പറയുന്നു. പിറ്റേന്ന് രുക്സാനയാകട്ടെ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് അവളുടെ തല മുക്കി വെക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുകയായിരുന്നു. ആ ബാങ്ക് വിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ തല വെള്ളത്തിലേക്ക് മുക്കിയിട്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ കാസിം അലിയും കൂട്ടരും വന്ന് ഒരിടത്തു നിന്ന് ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വീടിനുള്ളിലേക്ക് കയറിയതും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. രാത്രി അർണവാകട്ടെ എന്തോ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഉള്ളിലേക്ക് കയറിയപ്പോഴാകട്ടെ അവിടെയെല്ലാം കാൽപ്പാടുകൾ. അവൻ ചെന്ന് നോക്കുമ്പോൾ കട്ടിലിന്റെ അടിയിൽ റുക്സാന ഇരിക്കുന്നു. പേടിച്ചു പറിച്ചിരിക്കുന്ന അവളോട് അവൻ കാര്യം അന്വേഷിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ തന്നെ കൊല്ലാൻ വന്നുവെന്നും അതുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെന്നും അവൾ പറയുന്നു. അത്രയും ദൂരം അവൾ ചെരുപ്പ് പോലും ഇല്ലാതെയാണ് ഓടി വന്നത്. അത് കാരണം അവളുടെ കാല് മുഴുവൻ മുറിഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങളെ ആരാ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അയാൾ എന്നെ കൊല്ലും. ഞാൻ ചെറുപ്പത്തിൽ അയാളെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനും അമ്മയും മലമുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ അവിടേക്ക് വന്ന സമയത്ത് അമ്മ എന്നോട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിരുന്നു. അയാൾ ഇപ്പോൾ എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്തായാലും എന്നെ കൊല്ലും. പക്ഷെ എന്തിനാ അയാൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അമ്മ എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ടുകഴിഞ്ഞ് അവളുടെ കാലിലെ മുറിവുകൾ കണ്ടിട്ട് അവൻ ഒരു ഓയിൽമെന്റ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി എന്തായാലും അവളോട് അവിടെ തങ്ങാൻ പറയുന്നു. പിറ്റേന്ന് രാവിലെ അവൾക്കൊരു ചായയൊക്കെ ഇട്ടുകൊടുത്ത ശേഷം അവൻ പറയുന്നുണ്ട് നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. തൽക്കാലം എനിക്കിപ്പോൾ ഓഫീസിലേക്ക് പോകണം. ഞാൻ പുറത്തു നിന്ന് വാതിൽ പൂട്ടിയിട്ട് പോകും. നഖം വെട്ടാൻ ഞാൻ എന്തു ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നു. അവനൊരു നെയിൽ കട്ടർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് വെച്ച് നഖം വെട്ടിക്കോളാനും പറയുന്നു. അതേസമയം കാസിം അലിയും കൂട്ടരെയും വീണ്ടും കാണിക്കുന്നുണ്ട്. അവരാകട്ടെ റുക്സാനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഇഫ്രിത്തിന്റെ മകളാണ്. ഇഫ്രിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദുർരാക്ഷസനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിലാകട്ടെ ഗ്രാമവാസികൾ പെൺകുട്ടികളെ ഈ രാക്ഷസന് വേണ്ടിയിട്ട് കൊടുക്കും. ആ രാക്ഷസന്റെ തലമുറകളെ വളർത്താൻ വേണ്ടിയിട്ട് പെൺകുട്ടികളുമായി ഈ രാക്ഷസൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ഈ രാക്ഷസനെ ആർക്കും നേരിട്ട് കാണാൻ കഴിയില്ല. ഇഫ്രത്തിന്റെ സൗണ്ടാണ് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നത്. അന്നു മുതലേ ഈ ആചാരത്തെ തടയാൻ വേണ്ടിയാണ് ഈ കാസിം അലി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അർണവ് പോയ ശേഷം ഒറ്റയ്ക്കിരുന്ന രുക്സാനയാകട്ടെ പല സൗണ്ടുകളും കേൾക്കാൻ തുടങ്ങി. അവൾ അവളുടെ തന്നെ ഭയാനകമായ രൂപവും അവിടെ കാണാൻ തുടങ്ങി. പേടിച്ചുപോയ അവളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളത്തിൽ തന്റെ തല മുക്കിയിരിക്കുന്നു. വൈകുന്നേരം അർണവ് വന്നു കഴിയുമ്പോൾ അവൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് വേറെ വസ്ത്രങ്ങൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷായി വന്ന ശേഷം അവൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടൊരു ആശ്രമം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. നാളെ നമുക്ക് അവിടേക്ക് പോകാമെന്ന്. അവൾ ആഹാരം കഴിക്കാതെ
കഴിയാതെ ഓടിപ്പോയി കട്ടിലിന്റെ അടിയിൽ കിടന്നുകൊണ്ട് പറയുന്നു, ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല, അവിടെയും അയാൾ വന്ന് എന്നെ പിടിച്ചുകൊണ്ടു പോകും, ഇവിടെ നിന്നെ നിർത്താൻ കഴിയില്ല എന്നും എത്രയും പെട്ടെന്ന് നിന്നെ ആശ്രമത്തിലാക്കിയെങ്കിലേ പറ്റുമെന്നാണ് അർണവ് പറയുന്നത്. അവിടെ നിന്ന് നിന്നെ ആരും കൊണ്ടുപോകില്ല. ഒരു വിധത്തിൽ അവളെ പറഞ്ഞവൻ മനസ്സിലാക്കുന്നു. എന്നാലും അവൾ ആഹാരം കഴിക്കാതെ തന്നെയാണ് കിടക്കുന്നത്. രാത്രിയിൽ എന്തോ സൗണ്ട് കേട്ട് അവനുണർന്നു നോക്കുമ്പോഴാകട്ടെ അവൾ വീട്ടിലെ വേസ്റ്റ് ബക്കറ്റിൽ നിന്നും ആഹാരം എടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത്. നീ എന്തിനാ ഇവിടെ നിന്നും കഴിക്കുന്നത്? ഫ്രിഡ്ജിൽ ഫുഡിൽ പുല എടുത്ത് ചൂടാക്കി കഴിച്ചാൽ പോരെ എന്ന് അവൻ ചോദിക്കുന്നു. അവൾക്കതൊന്നും അറിയില്ലായിരുന്നു. അത് കാരണം അവൾക്ക് വേണ്ടിയിട്ട് ആഹാരം ചൂടാക്കി അവൻ കൊടുക്കുന്നു. അതിനിടയ്ക്ക് അവൻ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് അവൾ പറയുന്നുണ്ട് വലിക്കാൻ പാടില്ല. അമ്മ ഇതുപോലെ സിഗരറ്റ് വലിച്ച് അമ്മയ്ക്ക് നല്ല ചുമയായിരുന്നു. അത് മോശം ശീലമാണ്. അവനതൊന്നും കാര്യമാക്കാതെ വീണ്ടും സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് റുക്സാനയും കൊണ്ട് അവൻ ആ ആശ്രമത്തിലേക്ക് പോയെങ്കിലും അവിടുത്തെ അവസ്ഥയും അവിടുത്തെ കുട്ടികളെയൊക്കെ അവിടുത്തെ വാർഡൻ ഉപദ്രവിക്കുന്നതും കണ്ടപ്പോൾ അവളെ അവിടെ നിർത്താൻ അവന് തോന്നിയില്ല. തൽക്കാലം വീട്ടിലേക്ക് തന്നെ അവളെ അവൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അർണവ് പുറത്തു പോകുന്ന സമയത്തെല്ലാം തന്നെ റുക്സാന ആകട്ടെ തന്റെ നഖം വെട്ടുകയും TV കാണുകയും ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് TVയിൽ ഒരു റൊമാൻറ്റിക് മൂവി അവൾ കാണുന്നുണ്ട്. അതിൽ ഐ ലവ് യു എന്ന നായകൻ പറയുന്ന കേട്ടിട്ട് അവൾ അത് കേട്ട് പഠിക്കുന്നു. പെട്ടെന്ന് അവളുടെ വയറ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. വേദന കാരണം അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അർണവ് വന്നപ്പോ അവളെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എന്തു പറ്റിയെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ അവനെ ദൂരത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അടുത്തേക്ക് വരരുതെന്നും പറയുന്നു. പീരീഡ്സ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവൻ അവളുടെ അടുത്തേക്ക് പോയില്ല. എന്നാൽ രാത്രി അർണവ് ഉറങ്ങിയ ശേഷം റുക്സാനയാകട്ടെ അവിടെ ബാൽക്കണിയിൽ ഒരു പ്രേതത്തെ പോലെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു നിമിഷം അവൾ അവിടെ നിന്നും താഴേക്ക് ചാടുന്നു. ഭിത്തികളിലൂടെ ഒരു പ്രേതത്തെ പോലെ ഊർന്ന് താഴേക്കിറങ്ങി. അവൾ ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല. തന്റെ മുന്നിൽ കണ്ട നായയെ കുറച്ചുനേരം തലോടിയ ശേഷം അതിന്റെ കഴുത്തിൽ അവൾ കടിച്ചു കൊല്ലുന്നു. വീണ്ടും കാസിമലിയെ കാണിക്കുകയാണ്. അയാള് തന്റെ വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട് റുക്സാനയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത അവളുടെ ഒരു മുടിനാര് കാണിക്കുന്നു. റുക്സാന എവിടെയുണ്ടെന്ന് നീ ഇത് മണപ്പിച്ചിട്ട് പറയണം. ആ സ്ത്രീക്ക് എന്തോ ഒരു പ്രത്യേകതരം കഴിവുണ്ടായിരുന്നു. അവരിത് മണപ്പിച്ച ശേഷം റുക്സാന എവിടെയാണെന്നും റുക്സാനയുടെ കൂടെ ഏത് പയ്യനാണുള്ളതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ അർണവ് വന്ന് നോക്കുമ്പോ അവളാകട്ടെ നല്ല രീതിയിൽ പടം വരച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും നായകളുടെ പടമാണ് അവൾ വരച്ചിരിക്കുന്നത്. അവളുടെ പടങ്ങളെല്ലാം തന്നെ അവൻ ഇഷ്ടപ്പെട്ടു. അവനത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിയാലിയുടെ കോൾ അവന് വരുന്നു. അവനടുത്ത് സംസാരിച്ചുകൊണ്ട് പോകുന്നതൊന്നും തന്നെ റുക്സാനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിയാലി ഇങ്ങനെ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതും അവർ തമ്മിൽ ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്നതും എല്ലാം തന്നെ റുക്സാന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ അതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരാൻ തുടങ്ങി. അന്ന് അവൻ സിഗരറ്റ് എടുക്കാൻ നോക്കുമ്പോ അവന്റെ സിഗരറ്റ് ഒന്നും തന്നെ കാണുന്നില്ല. റുക്സാന എടുത്ത് ഒളിപ്പിച്ചു വെച്ചതാണെന്ന് അവന് മനസ്സിലായി. അവൻ പോയ ശേഷം വീട്ടിൽ പാട്ടും കേട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു റുക്സാന. പെട്ടെന്നാണ് തന്റെ നഖം വളർന്നു നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. എവിടെ നിന്നോ എന്തൊക്കെയോ ഒച്ചയും കേൾക്കുന്നു. അവൾ ഓടിപ്പോയി നഖം വെട്ടാൻ നോക്കുമ്പോ ആ നഖം വെട്ടി കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം തന്നെ അന്വേഷിച്ച് അവൾക്ക് ആകെ വട്ടെടുത്ത അവസ്ഥയായി. രാത്രിയായപ്പോൾ അർണവ് തിരിച്ചു വന്നപ്പോ കാണുന്നത് അവൾ അവളുടെ നഖം എല്ലാം കത്തി കൊണ്ട് മുറിച്ചിരിക്കുന്നതാണ്. കാലിൽ നിന്നെല്ലാം രക്തവും വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ നഖം വെട്ടി കണ്ടില്ല എന്ന് അവൾ പറയുന്നു. അവൾ തന്റെ സിഗരറ്റ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് കാരണം അവൾ എപ്പോഴും ഉപയോഗിക്കുന്ന നഖം വെട്ടി വെറുതെ എടുത്ത് അർണവ് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. അവൻ അതിന് ഒരുപാട് സോറി പറഞ്ഞ ശേഷം അവളുടെ കാലിലെ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. അങ്ങനെ അവർ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴാകട്ടെ അവൾ TVയിൽ കണ്ടു പഠിച്ച ഐ ലവ് യു എന്ന വേർഡ് അവനോട് പറയുന്നു. അവനത് കേട്ടതും പെട്ടെന്ന് ഞെട്ടി. അവളാകട്ടെ അവന്റെ അടുത്തേക്ക് വരികയും അവനെ ഉമ്മ വെക്കുകയും ചെയ്യുന്നു. അവനതൊന്നും തടഞ്ഞതുമില്ല. അന്ന് രാത്രി അവർ രണ്ടുപേരും ശരീരം കൊണ്ടൊന്നായി. റുക്സാന അവനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ അവന് വേണ്ടി ചായയും ബിസ്ക്കറ്റും എല്ലാം അവളാണ് കൊണ്ടു കൊടുക്കുന്നത്. അവൻ ആകെ കൺഫ്യൂഷനായിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിയാലിയുടെ കോള് വരുന്നു. അവനതൊക്കെ എടുത്ത് സംസാരിക്കുമ്പോ അവൾ ചെവിയോർത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് നീ ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല എന്ന്. അവളുടെ ഈ പെരുമാറ്റത്തിൽ അവൻ ആകെ വല്ലായ്മ തോന്നിയിരുന്നു. അവൻ ജോലിക്ക് പോകാൻ നേരം അവനെ ഖാസിമലിയും കൂട്ടരും വന്ന് കാണുന്നുണ്ട്. റുക്സാന എവിടെയെന്ന് ചോദിക്കുന്നു. തനിക്ക് അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ നിന്റെ കൂടെയാണ് അവൾ താമസമെന്ന് ഞങ്ങൾക്കറിയാം. അവൾ നീ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യ സ്ത്രീയല്ല. അവൾ പരിയാണ്, ഇഫ്രിത്തിന്റെ മകളാണ്. നിനക്കൊരിക്കലും അവളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. കുറച്ചു കഴിയുമ്പോ അവൾ നിന്നെ ഉപദ്രവിക്കും. എന്നാൽ അയാൾ പറയുന്നതൊന്നും തന്നെ അർണവ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. വഴിയെ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുമെന്നാണ് ഖാസിം അലി അവനോട് പറയുന്നത്. അയാളുടെ സംസാരം കേട്ട് ദേഷ്യം വന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഖാസിം അലിയെ അവിടെ നിന്നും അവൻ പറഞ്ഞയക്കുന്നു. റുക്സാനയുടെ കൂടെ ഒരു രാത്രി സ്പെൻഡ് ചെയ്തതും അവളെക്കുറിച്ച് ആൾക്കാർ പറയുന്നതെല്ലാം ആലോചിച്ചിട്ട് അവൻ ആകെ ടെൻഷനിലായിരുന്നു. അന്ന് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവനെ ഫോളോ ചെയ്ത് ആ മോർച്ചറിയിലുണ്ടായിരുന്ന ഖാസിം അലിയുടെ ആള് പോകുന്നുണ്ട്. അയാൾ അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള അടിക്കിടയിൽ അവന്റെ തലയ്ക്ക് പരുക്കും പറ്റുന്നു. അവൻ വീട്ടിലെത്തിയപ്പോ റുക്സാനയാകട്ടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നല്ലപോലെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവന്റെ അവസ്ഥ കണ്ടതും കാര്യം അവൾ അന്വേഷിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറയുകയും ചെയ്യുന്നു. റുക്സാനയ്ക്ക് അയാളോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അവന്റെ മുറിവിലെല്ലാം മരുന്ന് വെച്ച ശേഷം അന്ന് രാത്രി തന്നെ റുക്സാനയാകട്ടെ അവൻ കാണാതെ ആ മോർച്ചറിയിലെ അറ്റൻഡറിനെ തേടി പോകുന്നു. അവിടെ ഒറ്റയ്ക്കായിരുന്ന അയാളെ കണ്ടുപിടിച്ച ശേഷം ഒരു പ്രേതത്തെ പോലെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന അവളാകട്ടെ തക്കം കിട്ടിയപ്പോൾ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. അവളുടെ ഉള്ളിലെ മൃഗീയതയെല്ലാം തന്നെ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിറ്റേന്ന് രാവിലെ അർണവ് ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും റുക്സാന അവന്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആരോ വന്ന് കോളിംബെല്ലടിക്കുന്നു. പിയാലിയാണെന്ന് മനസ്സിലായതും അവളെ അവൻ ഒരു റൂമിൽ ഒളിപ്പിക്കുന്നു. എന്നാൽ പിയാലി സംസാരിച്ചുകൊണ്ട് ആ റൂമിലേക്ക് തന്നെയാണ് കയറി
പോകുന്നത്. റുക്സാന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ നോക്കുന്നുണ്ട്. അവിടെ എങ്ങും തന്നെ റുക്സാനെ കാണുന്നില്ല. പെട്ടെന്ന് പിയാലി ആകട്ടെ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് റുക്സാന മുകളിൽ നിന്നും എത്തി നോക്കുന്നതായിട്ട് അവൻ കാണുന്നത്. പേടിച്ചുപോയ അവനാകട്ടെ പിയാലിയെ തള്ളി മാറ്റുന്നു. എന്നാൽ പിയാലി വിചാരിക്കുന്നത് താൻ അവനെ കിസ് ചെയ്യാൻ പോയത് അവൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് തള്ളി മാറ്റിയതെന്ന്. അവൾ സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവള് പോയെന്ന് വിചാരിച്ചിട്ടാണ് റുക്സാന പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നാൽ എന്തോ എടുക്കാൻ മറന്നിട്ട് തിരിച്ചു വന്ന പിയാലിയാകട്ടെ ഇവർ രണ്ടുപേരെ ഒരുമിച്ച് കാണുന്നു. അതോടുകൂടി പിയാലിയാകട്ടെ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. അർണവ് പിറകെ പോയി അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും തന്നെ കേൾക്കാൻ നിന്നില്ല. ദേഷ്യം വന്ന അർണവാകട്ടെ തിരിച്ചു വന്ന് റുക്സാനയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്. അവൾ അവിടെ ടിവിയും കണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവൾ ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ പെട്ടെന്ന് ടിവി ഓഫ് ചെയ്തിട്ട് അവളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്നാൽ അപ്പോഴാണ് അവളുടെ യഥാർത്ഥ രൂപം അവൻ കാണുന്നത്. ഒരു കൈയിൽ അവനെ മുകളിലേക്ക് അവൾ കഴുത്തിന് പിടിച്ചുയർത്തി. ഞാൻ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നു. അവൻ ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് അവനെ താഴെ ഇറക്കിയ ശേഷം അവൾ പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തതാ, നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന്. താൻ ചെയ്തതിൽ അവൾ ഒരുപാട് അവനോട് ക്ഷമ ചോദിക്കുന്നു. അതിനിടെ ആ മോർച്ചറിയിലെ അറ്റൻഡർ മരിച്ച വാർത്തയും കൂടി അവൻ കാണുന്നുണ്ട്. അവൻ ഗൂഗിളില് ഖാസിം അലി പറഞ്ഞ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നു. ഇഫ്രിത്ത് എന്ന രാക്ഷസനെ കുറിച്ചും ആ രാക്ഷസിന് പിറക്കുന്ന കുട്ടികളെ കുറിച്ചും. ഗ്രാമനിവാസികൾ ഇഫ്രിത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇഫ്രിത്തിൽ നിന്നും പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾ ഒരു മാസം കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകും. ഇഫ്രിത്തിന്റെ മക്കൾക്ക് പൊക്കിൾക്കൊടി ഉണ്ടാകില്ല. അവരും ഇഫ്രിത്തിനെ പോലെ രാക്ഷസന്മാരായിരിക്കും. ഖാസിം അലി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവന് മനസ്സിലായി. ഈ ആചാരങ്ങളെല്ലാം തടുക്കാനും ഇഫ്രിത്തിന്റെ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെയെല്ലാം കൊല്ലാനുമാണ് ഖാസിം അലിയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ പക്കൽ നിന്നും ഒരു സ്ത്രീയും കുഞ്ഞും രക്ഷപ്പെട്ടു പോയി. അതായിരുന്നു തുടക്കത്തിൽ മരിച്ച വൃദ്ധയും അവരുടെ മകൾ റുക്സാനയും. അതുകൊണ്ടാണ് അവൾക്ക് വയറുവേദന വന്നതും സമയത്ത് അവൾ ആ നായയെ കടിച്ച് തന്റെ ഉള്ള വിഷം മുഴുവൻ കളഞ്ഞതും. അവളുടെ അമ്മയും അതിനു വേണ്ടിയിട്ടായിരുന്നു നായകളെയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അവൻ വീട്ടിലെത്തുന്നു. അവളോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഈ ചങ്ങലയിൽ ഞാൻ നിന്നെ കെട്ടിയിടുമെന്ന്. അവിടെ നിന്നും പോകാൻ അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവനാ പറഞ്ഞത് അവൾ സമ്മതിക്കുന്നു. എന്നിട്ട് അവൾ സംസാരിക്കാൻ നേരത്ത് അവനോട് പറയുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. ഇത് കേട്ടതും അവൻ ഞെട്ടിത്തെറിച്ച് ബാക്കിലേക്ക് വീഴുന്നു. പെട്ടെന്നാണ് വാതിൽക്കൽ ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ആരോ വരുന്നുണ്ട്, പോയി വാതിലടയ്ക്കുക എന്ന് റുക്സാന പറഞ്ഞെങ്കിലും അവൻ അനങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം അവളെ പിടിച്ചുകൊണ്ടുപോകാൻ അവൻ തന്നെയാണ് ഖാസിം അലിയും കൂട്ടരെയും അവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇത് കണ്ടതും റുക്സാന ആകെ തകർന്നു പോയി. അവർ അവനെ അവിടെ നിന്ന് പറഞ്ഞുവിട്ട ശേഷം അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിൽ വിഷം നിറഞ്ഞിട്ട് അത് പുറത്തു കളയാൻ കഴിയാതെ അവൾ മരിച്ചു പോകാൻ വേണ്ടിയാണ് അവരങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അർണവ് തന്റെ വീട്ടിലേക്ക് പോയി. ഏകദേശം 3 ആഴ്ചയായി അവൻ പുറത്തെങ്ങും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളെ അങ്ങനെ വിട്ടുകൊടുത്തതിൽ അവൻ ഒരുപാട് വിഷമവും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ വീട്ടുകാർ വിചാരിക്കുന്നു പിയാലിയുമായിട്ടുള്ള പ്രശ്നം കാരണമായിരിക്കാം അവൻ ഇങ്ങനെ മുറിക്ക് പുറത്തിറങ്ങാതെ ഇരിക്കുന്നതെന്ന്. അവർ പിയാലിയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവൾ വന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്നും ചോദിക്കുന്നു. അവൻ റുക്സാനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയുന്നു. അതേസമയം റുക്സാനെ അവർ ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു മാസം ആവാറായത് കാരണം അവളുടെ വയറ്റിലെ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്താറായി. അവളുടെ ഉള്ളിൽ കുറച്ചു കഴിയുമ്പോൾ വിഷം നിറഞ്ഞിട്ട് അവൾ സ്വയം മരിക്കുമായിരിക്കും. അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അർണവ് കാരണം റുക്സാന പ്രഗ്നന്റ് ആയതറിഞ്ഞു കഴിയുമ്പോൾ പിയാലി അവനോട് അവളുടെ സത്യങ്ങളും തുറന്നു പറയുന്നു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാനൊരു പയ്യനെ പ്രണയിച്ചിരുന്നു എന്ന്. അതങ്ങനെ അവസാനിച്ചിരുന്നില്ല. അവൻ കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ആദ്യമൊന്നും അവന് കുഴപ്പമില്ലായിരുന്നു. പതിയെ പതിയെ അവൻ പറയാൻ തുടങ്ങി അവനെ കൊണ്ട് പറ്റില്ല എന്ന്. അത് കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ അബോർഷൻ ചെയ്യേണ്ടതായി വന്നു. അന്നാ തെറ്റ് ചെയ്തതിൽ അവൾക്ക് ഇന്ന് ഒരുപാട് പശ്ചാത്താപമുണ്ട്. ആ ട്രോമയിൽ നിന്ന് അവൾ ഇന്നും പുറത്തു കടന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് അർണവിന് തോന്നുന്നു. അവൻ പെട്ടെന്ന് റുക്സാനെ രക്ഷിക്കാൻ അവിടേക്ക് തിരിച്ചുപോയെങ്കിലും അവിടെയുള്ള ആൾക്കാരെല്ലാം കൊന്നൊടുക്കിയിട്ട് അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. അവൾ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് ഖാസിം അലിയായിരുന്നു. എന്നാൽ അവളെ കണ്ടതും അയാളാകട്ടെ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. പക്ഷെ അത് കാരണം അവൾക്ക് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. കാരണം അവൾ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ കൊല്ലാൻ ശ്രമിച്ച അയാളെ കൊന്ന ശേഷമാണ് റുക്സാന അവിടെ നിന്നും പോകുന്നത്. അടുത്തതായിട്ട് അവൾ കൊല്ലാൻ പോകുന്നത് പിയാലിയായിരുന്നു. അർണവിനും അവൾക്കും ഇടയിൽ പിയാലിയാണുള്ളത്. അവൾ ചിത്രങ്ങൾ വരച്ചിരുന്ന ബുക്കിൽ നിന്നും അർണവും മനസ്സിലാക്കുന്നു അവൾ പിയാലിയുടെ അടുത്തേക്കായിരിക്കും പോയിരിക്കുന്നതെന്ന്. അവൻ പെട്ടെന്ന് തന്നെ പിയാലിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അവൾ വീടിന്റെ വാതിലും ജനലും എല്ലാം നന്നായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ പിയാലി വരുന്നതിന് മുൻപ് തന്നെ റുക്സാന ആ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. റുക്സാന അവളെ കൊല്ലാൻ വേണ്ടി കുറെ ഓടിക്കുന്നു. അവർക്കിടയിൽ കുറെ മൽപ്പെടുത്തവും നടക്കുന്നു. പിയാലിയുടെ ശരീരത്തിലും ഒരുപാട് മുറിവുകൾ ഉണ്ടായി. എന്നാൽ അതിനിടയ്ക്ക് റുക്സാനയ്ക്ക് പ്രസവ വേദന ആരംഭിച്ചു. അവളുടെ അവസ്ഥ കണ്ടിട്ട് പിയാലി മറത്തൊന്നും ചിന്തിക്കാതെ ആ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റുക്സാനെ അവൾ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ആ കഥകളിൽ പറയുന്ന പോലെ ആയിരുന്നില്ല. റുക്സാനയ്ക്ക് ജനിച്ച കുഞ്ഞിന് പൊക്കിൾക്കൊടി ഉണ്ടായിരുന്നു. അതിന് കാരണം റുക്സാനയ്ക്ക് അർണവിനോടുള്ള പ്രണയം തന്നെയായിരുന്നു. കുഞ്ഞിനെ പിയാലിയുടെ കയ്യിൽ കൊടുത്ത ശേഷം റുക്സാന അവിടെ നിന്നും പോയി. അർണവ് വന്നപ്പോൾ പിയാലിയാകട്ടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവള് ജന്മം കൊടുത്ത നിന്റെ കുഞ്ഞിന് പൊക്കിൾക്കൊടിയുണ്ട്. അതൊരു രാക്ഷസ കുഞ്ഞല്ല. തന്റെ ഉള്ളിലെ വിഷം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു റുക്സാന അവിടെ നിന്നും പുറത്തു കടന്നത്. അവൾ എവിടേക്കായിരിക്കാൻ പോയിരിക്കുന്നതെന്ന് അവൻ ഊഹിക്കാമായിരുന്നു. അവനങ്ങനെ അവളുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുന്നു. വിഷം പുറത്തേക്ക് കളയാൻ ഒന്നിനെയും തന്നെ അവൾക്ക് കൊല്ലാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് അർണവ് പറയുന്നുണ്ട്,
നീ എന്നെ തന്നെ കൊന്നുകളാൻ, എന്നെ കടിച്ച് നിന്റെ ഉള്ളിലെ വിഷം മുഴുവൻ കളയാൻ. എന്നാൽ അവൾ അതിന് തയ്യാറല്ലായിരുന്നു. അവളുടെ ഉള്ളിൽ അങ്ങനെ വിഷം കൂടി അവൾ സ്വയം മരിക്കാൻ തയ്യാറായിരുന്നു. എന്നാലും അവനെ കൊല്ലാൻ തയ്യാറല്ല. തന്റെ കുഞ്ഞ് തന്നെ പോലെയല്ലെന്നും തന്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണമെന്നും പറഞ്ഞിട്ട് അവന്റെ മടിയിൽ കിടന്ന റുക്സാന മരിക്കുന്നു. ഇവിടെയാണ് പരി എന്ന ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.